നമസ്കാരം, ഞാൻ മായയാണേ. വെൽക്കം ടു ടേസ്റ്റ് ഓഫ് തേക്കടി. ഞാനൊരു തേക്കടിക്കാരി. നമുക്കിന്ന് ഒരു അടിപൊളി നെയ്ച്ചോറും ദാൽ ഫ്രൈ ഉണ്ടാക്കിയാലോ? ചൂട് കാലത്ത് എന്നായാലും നമുക്ക് ചിക്കൻ ബിരിയാണിയോ ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നെയ്ച്ചോറും ദാൽ ഫ്രൈയും കൂടെ ആയാലോ? അതിനായിട്ട് ഞാൻ കൈമ അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അരി കഴുകി വാരി നമുക്കൊരു അരിപ്പയിൽ വെക്കാം, വെള്ളം വാർന്നു പോകാൻ വേണ്ടിയിട്ട്. അത് വെള്ളമൊക്കെ വാർന്ന് പോയിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം. 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് കണക്ക് കേട്ടോ. അപ്പോൾ ഒരു ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ആ കഴുകി വാരി വെച്ച അരിയില്ലേ, അതൊന്ന് നല്ലപോലെ 2 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ അരി നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ തിളപ്പിച്ച വെള്ളം ഉണ്ടല്ലോ, 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള രീതിയിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഈ നെയ്ച്ചോറും ദാൽ കറിയും കൂടി. ദാൽ ഫ്രൈ എന്ന് പറയുമ്പം ഇപ്പോൾ ഈ ചൂട് കാലത്ത് കഴിക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കഴിക്കാൻ സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ നല്ലപോലെ ഇളക്കിയിട്ട് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പം നമുക്കൊന്ന് തുറന്ന് നോക്കാം നമ്മളുടെ നെയ്ച്ചോറ് വെന്തിട്ടുണ്ടോയെന്ന്. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് നോക്കാം. അപ്പം കുറച്ചും കൂടി വെള്ളം വറ്റാനുണ്ട്. അപ്പം നല്ലപോലെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി നല്ലപോലെ ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോഴത്തേനും നമ്മുടെ നെയ്ച്ചോറ് കിടുവായിട്ടിങ്ങ് കിട്ടും. കണ്ടോ, നല്ല മണമൊക്കെ വരുന്നുണ്ട്. നെയ്ച്ചോറല്ലേ, പക്ഷെ ഞാൻ നെയ്യ് അധികം ഉപയോഗിക്കാറില്ല നെയ്ച്ചോറിന്. പേരിലേ ഉള്ളൂ നെയ്ച്ചോറ്. ആ അരി ഫ്രൈ ചെയ്യുകയല്ലേ നമ്മൾ 2 മിനിറ്റ്, അന്നേരം ഞാനൊരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കുകയുള്ളൂ. പിന്നെ നമ്മളിതെല്ലാം കൂടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കശുവണ്ടിയൊക്കെ കൂടെ വറുത്തിടുകയല്ലേ, അതിന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മളുടെ നെയ്ച്ചോറ് വെന്ത് സെറ്റായിട്ടുണ്ട്. ഇനി കുഴഞ്ഞൊന്നും പോട്ടില്ല. കുഴയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു നാരങ്ങ പിഴിഞ്ഞാൽ മതി കേട്ടോ. അപ്പം അതിനെ നമുക്കൊന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തേക്കാം. ഉള്ളി നല്ല സവോള ചെറുതായിട്ട് അരിഞ്ഞതും കശുവണ്ടി കിസ്മിസും കൂടെയാണ് ഞാൻ വറുത്തിട്ടത്. ഇനി അടുത്ത് നമുക്ക് ദാൽ ഫ്രൈയുടെയാണ്. തോരപ്പരിപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു 2 കൈ തോരപ്പരിപ്പ് ഇട്ടു. പിന്നെ അതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്, അത് ഞാൻ കീറാതെയാണ് ഇട്ടത്. 2 പച്ചമുളക് ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളം, അതിന് വേണ്ട വെള്ളം 2 വിസിലടിച്ചാൽ മതി. വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വഴറ്റിയെടുക്കാൻ വേണ്ടുന്നത് സവോള ചെറുതായിട്ട് അരിഞ്ഞത്, ഇഞ്ചി കൊത്തി അരിഞ്ഞത്, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്, വെളുത്തുള്ളി, പിന്നെ തക്കാളി. ഇത്രയും കാര്യങ്ങളാണ് അതിന് വഴറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വേണം കേട്ടോ. അതും കൂടെ ഒന്ന് റെഡിയാക്കി വെച്ചേക്കണം. മല്ലിയില ഇട്ടില്ലേ പിന്നെ ദാൽ ഫ്രൈക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചീനച്ചട്ടി നല്ലപോലെ ചൂടാകുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ നെയ്യാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം നെയ്യ് ഒഴിച്ചു. അതിലോട്ട് നമുക്ക് ഒരു 1/4 സ്പൂൺ ജീരകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ജീരകത്തിൻ്റെ കളർ ഞങ്ങളത് കഴുകി ഉണക്കി എടുത്ത് വെച്ചതാണ്, അതുകൊണ്ടൊരു കളർ മാറ്റം തോന്നുന്നത്. ജീരകം കൂടി ഇട്ട് നല്ലോണം മൂപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടാം. അതും കൂടി ഇട്ട് അതൊന്ന് കളർ മാറി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും ബാക്കി കാര്യങ്ങളില്ലേ, സവോളയും പച്ചമുളക് അരിഞ്ഞതും എല്ലാം കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവോള കൊത്തി അരിഞ്ഞതാണ്, മറ്റേ നീളത്തിൽ അരിയൽ കൊത്തി അരിയോ ചെയ്യാവുള്ളൂ. അപ്പോൾ സവോളയും പച്ചമുളകും കൂടി ഇട്ട് അതും ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ഇടണേ. ഉപ്പ് നമ്മൾ ദാലിനകത്ത് ഇട്ടിട്ടുണ്ട്, എന്നാലും ഇവിടെയും കുറച്ച് ഉള്ളി ഒന്ന് പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ടേ ഉപ്പും കൂടി ഇടുന്നത് നല്ലതാണ്. അത് നന്നായി വഴന്ന് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് തക്കാളി, കുനുകുനെ അരിഞ്ഞു വെച്ച തക്കാളി, അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതെല്ലാം നല്ലപോലെ മൂത്തിട്ടുണ്ട്, കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. കണ്ടോ, ആ പച്ചമുളകിൻ്റെയും ഇതിൻ്റെയൊക്കെ. എന്നാലും ഒന്നും കൂടെ ഒന്ന് കുഴയണം. നമ്മൾ എന്താ പറയേണ്ടത്, അങ്ങനെ ഡ്രൈ ആകുകയല്ല ചെയ്യേണ്ടത്, കുഴഞ്ഞ് വരണം. ആ ഒരു പരുവത്തിലോട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊന്ന് അടച്ചു വെക്കണം. അങ്ങനെ അടച്ചു വെക്കുമ്പോൾ ആ നീരാവിയിൽ അതങ്ങ് വെന്ത് കുഴയും. അപ്പോൾ നമ്മളിതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി. പിന്നെ വേണ്ടത്
കാശ്മീരി ചില്ലി ഞാൻ ആദ്യം മുളക് പൊടി ഇട്ടു. അപ്പോൾ പിന്നെ കാശ്മീരി ചില്ലി ഒരു സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തു. പിന്നെ വേണ്ടത് മല്ലിപ്പൊടിയാണ്. 1/2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യാം. ഇപ്പോൾ വേറെ ഒരു പൊടി നമ്മൾ ഇട്ടിട്ടില്ല. മുളക് പൊടി, മല്ലിപ്പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഉണ്ട് നല്ലപോലെ വെന്തങ്ങ് കുഴഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പിനെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം മഞ്ഞ കളറും മഞ്ഞയും ചുവപ്പും എല്ലാം പച്ചയും എല്ലാം കൂടി ആകുമ്പോൾ കാണാൻ തന്നെ നല്ല കളർഫുള്ളാണല്ലോ സംഗതി. അപ്പോൾ നല്ലപോലെ ഇളക്കി കഴിഞ്ഞിട്ട് നമുക്കിനി അതിലേക്ക് വേണ്ടത് കുറച്ച് മല്ലിയിലയാണ്. മല്ലിയിലയും കൂടി ഇട്ട് നല്ല പോലെ അവനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ദാൽ ഫ്രൈ. നല്ലപോലെ ഒന്ന് തിളച്ചാൽ മതി. കാരണം എല്ലാം വെന്തതാണ്. പിന്നെ കുക്കറിൽ പരിപ്പും അതിനാവശ്യമുള്ള വെള്ളം ഒഴിച്ച് വേവിച്ചതാണ്. ഇനി എക്സ്ട്രാ വെള്ളം ഒന്നും ഒഴിക്കണ്ട, ഇത്ര മാത്രം മതി. അപ്പോൾ ഇതെല്ലാം കൂടെ ഒഴിച്ച് അതൊന്ന് നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നല്ലവണ്ണം തിളച്ച് കഴിയുമ്പോൾ ഒരു 1/2 സ്പൂൺ നെയ്യ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പം നമ്മുടെ ദാൽ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് പെട്ടെന്നൊരു അച്ചാറും കൂടെ ഉണ്ടാക്കിയാലോ നമുക്ക്. ഉള്ളി അച്ചാർ, അതൊരു ടേസ്റ്റ് അല്ലേ ഈ നെയ്ച്ചോറിന്. അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ളതാണ്. വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ മൂത്ത് പൊട്ടിക്കഴിയുമ്പം അതിലേക്ക് ഞാൻ അച്ചാർ പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. 1 സ്പൂൺ അച്ചാർ പൊടി, പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ, അത് എരിവിന് അനുസരിച്ച് കുറച്ച് മുളക് പൊടിയും ഇട്ട് അതും കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ച് നമ്മളപ്പോൾ തീ ഓഫാക്കി കേട്ടോ. കടുക് പൊട്ടിക്കഴിഞ്ഞ് പൊടി ഇടുമ്പോൾ തീ ഓഫാക്കിയിട്ട് അതിലേക്ക് നല്ല കുനുകുനേ അരിഞ്ഞ് വെച്ച ആ സവോള അങ്ങിട്ട് കൊടുക്കുക. പിന്നെ ഇനി അതിലേക്ക് വേണ്ടത് ഉപ്പാണ്. നമ്മൾ ഉപ്പിട്ടില്ല, കുറച്ച് ഉപ്പും ഇട്ട് ഒരു 2 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ടക് അച്ചാർ റെഡി. എത്ര പെട്ടെന്നല്ലേ. അപ്പോൾ പേര് പോലെ തന്നെ, പേര് ഞങ്ങളിട്ടതാണ് ടക് അച്ചാർന്ന്. അപ്പം നമ്മുടെ അച്ചാർ കണ്ടോ, സൂപ്പറാണ്. ചോറിനായാലും ബിരിയാണിക്കായാലും നെയ്ച്ചോറിനായാലും ഒക്കെ കിടുവാണ് നമ്മുടെ ഈ ഉള്ളി അച്ചാർ. പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിനി കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, നെയ്ച്ചോറ് അങ്ങ് കഴിച്ചാലോ. അപ്പം നല്ല എന്താ പറയണ്ടേ, കിടിലൻ നെയ്ച്ചോറും പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ ടക് അച്ചാറും, പിന്നെ ഞങ്ങളൊരു സാലഡും കൂടെ ഉണ്ടാക്കിയായിരുന്നു. അത് പിന്നെ കാണിക്കണ്ടല്ലോ എന്ന് ഓർത്തു. നിങ്ങളെല്ലാം സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്നല്ലേ. അങ്ങനെ പെട്ടെന്നൊരു സാലഡും ഉണ്ടാക്കി. പിന്നെ നോക്കിയപ്പോൾ വിചാരിച്ചു നെയ്ച്ചോറിൻ്റെ കൂടെ ഒരു പപ്പടം കൂടി ഇല്ലെങ്കിൽ അതൊരു കുറവല്ലേ. അപ്പോൾ വേഗം 2 പപ്പടം കൂടെ കാച്ചി ആർഭാടം ഒട്ടും കുറയ്ക്കണ്ടെന്ന് വിചാരിച്ചു. അപ്പം നമ്മളുടെ നെയ്ച്ചോറും പപ്പടവും സാലഡും ഉള്ളി അച്ചാറും ഒന്നും വേണ്ട, അതിൻ്റെ കൂടെ നമ്മുടെ മെയിൻ ഡിഷും കൂടെ ഒഴിക്കുമ്പോൾ ആഹാ അടിപൊളി അല്ലേ. ആ വൈറ്റ് ചോറിൻ്റെ മുകളിലേക്ക് റെഡും യെല്ലോയും ഗ്രീനും എല്ലാം കൂടി ആയിട്ട് നല്ല കിടിലൻ കറിയല്ലേ. അപ്പോൾ ഇതും കൂടെ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ എന്തൊരു ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് നെയ്ച്ചോറും ദാൽ ഫ്രൈ ആവട്ടെ എല്ലാവർക്കും. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം, കഴിക്കണം. ഞങ്ങളുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഞാൻ പിന്നെ പറയണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ചെയ്യുമെന്ന നല്ല പ്രതീക്ഷയോടെ. താങ്ക് യു.